Welcome to FOMA Convention, Team Twin Voice of FOMA. Dr. Manju Pillai, Paul P. Jose, Biju Thonikadavil, Pradeep Nair, Samuel Mathai Johnson. Let's see who we can reach. ഹലോ, പേരെന്ന് പറയാം? എൻ്റെ പേര് സുനിൽ സാക്കർ. എവിടെയാണ്? ആൽബനി, ന്യൂയോർക്ക്. അൽബാനി. ഞങ്ങൾ CDMA അസോസിയേഷൻ്റെ അതിനെ പ്രതികരിച്ചാണ് വന്നേക്കുന്നത്. ഞങ്ങളൊരു 8 പേര് വന്നിട്ടുണ്ട്. നാട്ടിലോടെ? നാട്ടിൽ ഞങ്ങൾ അടൂർ ഏഴംകുളം എന്ന് പറയും. അൽബാനി. ആൽബനി, ന്യൂയോർക്ക്. ഞാൻ 33 ഇയറായി വന്നിട്ട്. ഒരു ഫോട്ടോ എടുത്തോട്ടെ. പറഞ്ഞോ. ഷാജി, ന്യൂയോർക്ക് മെട്രോ റീജിയന്. നാട്ടിൽ വാര്യാപുരം, പത്തനംതിട്ട. എൻ്റെ പേര് സജി ചാക്കോ, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്, കൈപ്പട്ടൂര്, മെട്രോ റീജിയൻ, ന്യൂയോർക്ക് സ്റ്റേറ്റ്. എൻ്റെ പേര് ചാക്കോ കോയിക്കിലെ, ന്യൂയോർക്ക് മെട്രോ റീജിയൻ. ഇത്ര മതിയല്ലോ. ഓക്കെ. നാട് കൈപ്പട്ടൂര്, പത്തനംതിട്ട, ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ്. എത്ര വർഷമാണ്? 45 വർഷമായി. ജോസഫ് കളപ്പരിക്കൽ, ലോങ് ഐലൻഡ്, ന്യൂയോർക്ക്. നാട്ടിൽ പാല, രാമപുരം. കുഞ്ഞുമാലിയിൽ, ന്യൂയോർക്ക് മെട്രോ റീജിയൻ, നാട്ടിൽ തിരുവല്ല. തിരുവല്ല ടൗണിൽ തന്നെയാണ്. ഹലോ, ഹായ്, ഹൗ ആർ യു? ഗുഡ്. പേരെന്ന് പറയാം? എൻ്റെ പേര് അനൂസ് കറിയ. നാട്ടില് ഓമല്ലൂർ, പത്തനംതിട്ട. ഇതെന്താ ഈ കളർ? ഈ കളർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ടീം പ്രോമിസ് എന്ന് പറയുന്ന ഒരു ടീം ഈ കൺവെൻഷന്റെ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കുകയാണ്. അപ്പോൾ ടീം പ്രോമിസിന്റെ ഒരു കളർ കോർഡിനേഷനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടും, ടിറ്റോ ജോൺ ജോയിന്റ് ട്രഷററായിട്ട്, മാത്യു വർഗീസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട്, ബിനോയ് തോമസ് ട്രഷററായിട്ട്, ജോൺസൺ ജോസഫ് കാലിഫോർണിയയിൽ നിന്ന് വൈസ് പ്രസിഡന്റായിട്ടും, രേഷ്മ രഞ്ജൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും ഈ ടീം പ്രോമിസിന്റെ പാനലിൽ മത്സരിക്കുകയാണ്. നാട്ടിൽ ഓമല്ലൂർ, പത്തനംതിട്ട. പഠിച്ചതൊക്കെ ഇവിടെയാണ്. ഞാൻ ഹൈസ്കൂൾ തൊട്ട് ഇവിടെയാണ് ഞാൻ പഠിച്ചത്. താങ്ക് യു. സാറെ പേര് പറഞ്ഞോ? ഞാൻ തിരുവല്ല. മാമൻ എബ്രഹാം, ന്യൂയോർക്കില്. ഞാൻ കേരള സമാജത്തിന്റെ ജോയിന്റ് ട്രഷററായിട്ട്. ഇന്നത്തെ ക്രിസ്ത്യന്റെ ഫോമയെ പറ്റി പറയാനുള്ളത്? ഫോമ ഒരു നല്ലൊരു സംഘടനയാണ്. ഓരോ വർഷവും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പുരോഗമനത്തിന്റെ പാതയാണ് ഇപ്പൊ കാണുന്നത്. എത്ര വർഷമായിട്ട് ഇതിലുണ്ട്? ഞാൻ ഇതിനകത്ത് ഒരു 7-8 വർഷമായിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതലായിട്ടൊന്നും പറയാം. താങ്ക് യു. സാറെ പേരെന്ന് പറഞ്ഞേക്കോ? എൻ്റെ പേര് മഹേഷ്. നാട്ടിലെ ട്രിവാൻഡ്രം. ഡോക്ടർ മഞ്ജു പിള്ളയുടെ ഹസ്ബൻഡാണ്. ഡോക്ടർ മഞ്ജു പിള്ളയുടെ ഹസ്ബൻഡ്. ഷീസ് റണ്ണിംഗ് ഫോർ joint secretary on one of the panels under the leadership of Biju Thonikadavil. Hopefully she'll win, they'll win. I'm from Arizona. Phoenix, Arizona. നാട്ടിലെ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ എഞ്ചിനീയറാണ്. ഞാൻ ഇന്റൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി. ഞാനൊരു മാനേജറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, പേരെന്ന് പറഞ്ഞേക്കോ? എൻ്റെ പേര് മേരി കർത്തനാർ. നാട്ടില് ഞാൻ തൊടുപുഴയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒഴിവുകാരനാണ്. ഞങ്ങൾ ഡിട്രോയിറ്റിൽ നിന്ന്. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഉണ്ട്.
സാറേ പേരെന്ന് പറഞ്ഞേക്കാം. എൻ്റെ പേര് ഡോക്ടർ ജേക്കബ് തോമസ്. പഴയ ഫോമയുടെ 2022-24 പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 10th ഫോമ ഇൻ്റർനാഷണൽ കൺവെൻഷന് വന്നിരിക്കുകയാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞാൻ ന്യൂയോർക്ക്. നാട്ടില് കൊല്ലം. കൊല്ലം, മയ്യനാട്, കൊട്ടിയം, കുണ്ടറ. ഇവിടെ 44 വർഷമായി. ഏതാ ട്രേഡ് ജോലി? ഏത് പ്രൊഫഷൻ? പല ട്രേഡുണ്ട്. പട്ടാളക്കാരനാണ് US-ൻ്റെ. പിന്നെ എഞ്ചിനീയറാണ്. എൻ്റെ പേര് ബിജു തോണിക്കടവിൽ. പറഞ്ഞു നാടൊക്കെ. ബിജു തോണിക്കടവിൽ, നാട് പത്തനംതിട്ട ജില്ല, റാന്നി തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. ഫ്ലോറിഡയിൽ താമസിക്കുന്നു. ഫോമയുടെ കഴിഞ്ഞ ടൈമിലെ ട്രഷറായിരുന്നു. ഈ ടൈം അടുത്ത ടൈമിന് വേണ്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. 29 വർഷം. ഫോമയ്ക്ക് ധാരാളം പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒത്തിരി പുതിയ യുവാക്കളെ കൊണ്ടുവരിക, വനിതകൾക്ക് അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ അങ്ങനൊന്നും തോന്നിട്ടില്ല. നമ്മളോട് വിശ്വാസമുള്ള, നമ്മൾ ഇലക്ഷന് വേണ്ടി ആൾക്കാരെ പരിചയപ്പെട്ട ആളല്ല. അല്ലാതെ തന്നെ ആൾക്കാരോട് സുഹൃബന്ധമുണ്ട്. ആ സുഹൃബന്ധം വോട്ടായി മാറും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിലാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ പേര് തോമസ് കോശി എന്നാണ്. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ തിരുവല്ലയിൽ നിന്നാണ്. 40 വർഷമായിട്ട് അമേരിക്കയിലുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഫോമയുടെ ഫസ്റ്റ് ജുഡീഷ്യൽ ചെയറായിരുന്നു. അതുപോലെ തന്നെ കംപ്ലയൻസ് കൗൺസിലിൻ്റെ വൈസ് ചെയർ, നമ്മുടെ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷന് വേണ്ടി ഇവിടെ ഞാൻ വന്നിരിക്കുകയാണ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഗോൾഡ് ബിസിനസ്സാണ്. ജുവലറി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഹോൾസെയിൽ ചെയ്യാണ്. സോ ഞാൻ മറ്റുള്ള കടകൾക്ക് സപ്ലൈ ചെയ്യാണ് എൻ്റെ ബിസിനസ്. സോ അതാണ് 40 വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ദിസ് ഈസ് താങ്ക് യു സോ മച്ച്. ഈ ട്രേഡിൽ എങ്ങനെ വന്ന ഈ ഹോൾസെയിൽ? അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. നമ്മൾ ഇവിടെയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യു ബ്രിങ് യുവർ ഡ്രീം and you can accomplish anything in this country. This is a very great nation. I'm telling you, if there is a country on this face of the earth that afford opportunity to anybody, this is the right country. And it's a beautiful country. Everybody has an opportunity to become what they want. എൻ്റെ ഫാമിലി ഉണ്ട്. വൈഫ് മാവേലിക്കരക്കാരിയാണ്. ഒരു മകനും ഒരു മകളും ഉണ്ട്. അവർക്ക് മകന് ബിസിനസ്സിലാണ്. ഞാനും അദ്ദേഹം കാലിഫോർണിയയിലാണ്. ഞാൻ ന്യൂയോർക്കിലാണ്. മകള് ബോസ്റ്റണിലാണ്. 4 ഗ്രാൻഡ് ചിൽഡ്രനും ഉണ്ട് എനിക്ക്. താങ്ക് യു സർ. ഞാൻ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പോർച്ചസ്റ്ററിലാണ്. ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അങ്ങനെ നിരവധി പൊസിഷനുകളിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റർ കൗണ്ടിയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണറാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ 18 വർഷമായിട്ട് കൗണ്ടിയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ പ്രവർത്തിക്കുന്നു. അതൊരു ഹോണററി പൊസിഷനാണ്, പെയ്ഡ് പൊസിഷൻ അല്ല. ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്നെ വിളിച്ചതുകൊണ്ട് എനിക്കൊരു ഹോണററി പൊസിഷൻ തന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അങ്ങനെ വിവിധ പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എൻ്റെ പേര് തോമസ് കോശി എന്നാണ്. നാട് തിരുവല്ല, കവലയാണ്. SES കവലയാണ്. എൻ്റെ പേര് സാമുവൽ മത്തായി. ഞാൻ ടീം വോയിസ് ഓഫ് ഞാനിപ്പം ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഫോമയുടെ. നാട് കൊല്ലം ജില്ലയിൽ അഞ്ചൽ. ഞാൻ തിരുവനന്തപുരം സെറ്റിലാണ്. വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു. സാറേ പേരെന്ന് പറഞ്ഞേക്കാം. എൻ്റെ പേര് PT തോമസ്. എവിടുന്നാ വരുന്നത്? ഞാൻ എംപയർ റീജിയൻ്റെ RVP ആണ്. ന്യൂയോർക്ക് എംപയർ റീജിയൻ. നാട്ടിലെ കീക്കൊഴൂർ എന്ന് പറയും. റാന്നിക്കും കോഴഞ്ചേരിക്കും ഇടയ്ക്ക്. അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? ഞാൻ 45 കൊല്ലമായി. ഏത് ലൈൻ ഓഫ് വർക്ക് ആയിരുന്നു സാറ്? എനിക്ക് 2 ഫീൽഡ് ഉണ്ട്. ഒന്ന് സോഷ്യൽ വർക്ക്, ഒന്ന് ടാക്സ് പ്രിപ്പറേഷൻ. ഞാൻ 43 കൊല്ലമായിട്ട് ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. നാളെ ഞാനിവിടെ ടാക്സ് പ്രിപ്പറേഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. 2:30 2:30 സാഹിത്യ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ. താങ്ക് യു. എന്തെങ്കിലും ഈ ഫോമ കൺവെൻഷനിൽ ആസ് എ റെഗുലർ ഡെലിഗേറ്റ് ആണോ അതോ
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എംപയർ റീജിയന്റെ RVP ആണ്. ഞാൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആണ് ഒമയുടെ. ഒമയ്ക്ക് 13 റീജിയനാണ് ഉള്ളത്. ഒരു റീജിയന്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ, RVP ആയിട്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ സമയമൊക്കെ കണ്ടെത്തുന്നത്? അത് ഞാൻ പണ്ട് മുതലേ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഒത്തിരി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. റോക്ക്ലാൻഡിലെ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഏറ്റവും വലിയ എംപ്ലോയി യൂണിയൻസ് ആയ CSCയുടെ പ്രസിഡന്റ് ആയിരുന്നു 8 കൊല്ലം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പണ്ട് രാമാപ്പൂവും ഞങ്ങൾ താമസിക്കുന്ന ടൗണും ഇന്ത്യയും തമ്മിൽ, കേരളവും തമ്മിൽ രാമാപ്പൂ തിരുവല്ല സഹോദര നഗര ബന്ധം എന്ന് പറയുന്ന ഒരു പരിപാടികൾ ഓർഗനൈസ് ചെയ്തായിരുന്നു. ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടാകും. ഇതൊക്കെ അന്നൊന്നും ചിന്തിക്കാൻ പോലും ഒക്കാത്ത. ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു, അവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. സ്റ്റഡി എക്സ്ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പല കമ്മ്യൂണിറ്റി വർക്കിൽ ചെയ്തിട്ടുണ്ട്. സാർ, അമേരിക്ക വന്നതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സംഗതി ഏതായിരുന്നു? ഏറ്റവും ജോബായിരുന്നു അതോ? അല്ലല്ല, ജോബൊക്കെ ഏറ്റവും പ്രയാസപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചു. അതാണ് ലീലാമ്മ മേരിക്കുട്ടി തോമസ് എന്ന് പറയും. ഷി വാസ് ഓൾസോ വെരി ആക്റ്റീവ്. പക്ഷെങ്കിൽ 2020 ക്യാൻസർ ആയിരുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട വിഷയം. സോറി ടു ഹിയർ ദാറ്റ്. താങ്ക് യു സർ. താങ്ക് യു ഫോർ. ഞാനൊരു ലോക്കൽ ചാനലുണ്ട്, ഹ്യൂസ്റ്റൺ വോയിസ് യൂട്യൂബ് ചാനൽ. ഫോമയുടെ ഒരു വീഡിയോ എടുക്കുകയാണ്. ആൾക്കാരെ പരിചയപ്പെടുത്താനും. പേരെന്തോ? എൻ്റെ പേര് സെനി, SNNY. സെനി ശരിയെന്നു? ശരിയല്ല, സെനി. എനിക്കൊരു ബ്രദർ സണ്ണിയുണ്ട്. ഞാൻ സെനി. പിന്നെ ഫാമിലിയെല്ലാം നാട്ടിൽ കറുകച്ചാലാണ്. എവിടെയായിരുന്നു നാട്ടിൽ സാറിൻ്റെ വീട്? കേട്ടിട്ടുണ്ട്. Hello, can you just tell your name? My name is Liz. And how you are connected with FOMA? Mr. Baby, the former president, he asked me to come and help out this weekend to make sure that all the guests were getting into the right place, and so I'm here happy to help. Baby Manakundan? Yes. How you are connected with Baby? I was his son's wedding planner. Oh, okay. That's so nice. Yeah. So you live in Houston? I live in Houston. So what is your wedding site name? It's Inspired Events by Liz. How is it? Inspired Events. Inspired Events. Inspired Events. So I specialize in Christian Malayali weddings. Oh, okay. So you know some Hindi songs or Malayalam songs? No. Someone song? I can speak Malayalam. Tell us. എന്ത് പറയണം? അത് മതി. You born where? I was നാട്ടിലാണ് ജനിച്ചത്. You are an Indian. Indian. പക്ഷെ ഞാൻ US വന്നത് 11 months old. Oh, got it. ഇവിടെ വളർന്നത്. So what's your parents do? My parents are retired. Okay. How you landed in wedding? I always had a passion for event planning, and so just background is healthcare, but I took a risk and did it, and it's been a blessing. Very busy. So a lot of marriage happening. Huh? Lots, back to back. ഈ ഒരു weekend free ഉള്ളായിരുന്നു. And Mr. Baby got me. Thank you. Yeah, that's nice. Okay, Uncle. Nice Thank you. Nice to meet you. സാറേ പേരെന്ന് പറഞ്ഞേക്കോ? എൻ്റെ പേര് ജോഷി. നാട് അങ്കമാലി മഞ്ഞപ്ര. എത്ര വർഷമായി? എവിടെ? ഈ സ്റ്റേറ്റില്? കാലിഫോർണിയ. അവിടെ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാം. ഹൈസ്കൂൾ? അല്ല, അവിടെ ഞാൻ ഇതായിട്ടാ. പിന്നെ ഓക്കെ. താങ്ക് യു. ഹലോ, can you just tell your name? Mall Matthew Giragan. On where? I'm from Miami. Miami, Florida. അതെ. So how you are connected with FOMA? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്തവണ ഞങ്ങളുടെ സൺഷൈൻ റീജിയന്റെ നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് മത്സരിക്കുന്നുണ്ട്. എന്തായാലും വരണം. എനിക്ക് ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നാട്ടില് കോട്ടയത്ത് അതിരമ്പുഴ. കോട്ടയം അതിരമ്പുഴ. ഏത് കോളേജിലായിരുന്നു? കെ കോളേജ് മാന്നാനം. എത്ര വർഷം പഠിച്ചോട്ടെ? കെ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിംഗിന് പോയി. ബാംഗ്ലൂർ അംബേദ്കർ മെഡിക്കൽ കോളേജിൽ. ജോലി ഇഷ്ടമാണോ?
അമേരിക്കയിൽ ഞാൻ ഫാം ടൂറിസ്റ്റ് ഇപ്പൊ ചെയ്യുന്നത്. ഫാം ടൂറിസ്റ്റ് ഫാം ടൂറിസ്റ്റ് ഇപ്പൊ ചെയ്യുന്നത് മയാമിയില് ഫാമിൽ ആൾക്കാർ കാണാൻ വരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് അവർ കാണാൻ വരുന്നത്? മലയാളീസോ കൂടുതലും വരുന്നത്. ഫാം കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലേ, കൃഷി എല്ലാവർക്കും ഇഷ്ടമല്ല. ആന്റിയുടെ ലോറാൻ എന്ന് പറഞ്ഞ ആൾക്കാർ പുള്ളിക്കാരി അവിടെ അടുത്താണ്. എന്റേത് മോൾമാർക്കാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ എന്താ കാണാനുള്ളത്? അവിടെ കുറെ മൃഗങ്ങളുണ്ട്, ഞങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, കുറെ പ്ലാന്റ്സും ട്രീസും ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്, നഴ്സറി ഉണ്ട്, പിന്നെ നൊസ്റ്റാൾജിക് ഫുഡുണ്ട്, പൊതിച്ചോറ് അങ്ങനെയുള്ള സ്ഥലം വരുന്നവർക്ക് ഫാം ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട്. എങ്ങനെയാ കോണ്ടാക്ട് ചെയ്യേണ്ട? കണക്ട് ചെയ്യാൻ ഞങ്ങൾ ആരെങ്കിലും ഹ്യൂസ്റ്റണിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യണം? ഒത്തിരി പേര് വരുന്നുണ്ട്. എന്നെ വിളിക്കാൻ എന്റെ നമ്പർ 9548951274. ഹ്യൂസ്റ്റനൊക്കെ ഒത്തിരി പേരൊക്കെ വരാറുള്ളൂ. ഒത്തിരി പേരൊക്കെ അറിയാം. ഫേസ്ബുക്കിൽ മോൾ മാത്യു നോക്കിയാൽ മിക്കവാറും ഞാൻ പോസ്റ്റ് മാത്യു മോൾ മാത്യു എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പേജിൽ മിക്കാറല്ലേ. പിന്നെ ഒരു അത്യാവശ്യം പേരോട് ചോദിച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ നമ്പറൊക്കെ അറിയാം. അപ്പൊ ഔട്ട്സൈഡേഴ്സിനെ എല്ലാം ഇവിടുന്നൊക്കെ നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇല്ല, ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് വഴി വരുന്നവർ മാത്രമേ ഉള്ളൂ നമ്മൾ വരാൻ സമ്മതിക്കത്തുള്ളൂ. താങ്ക് യു. സിബ്ലിങ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല, എന്റെ രണ്ട് സഹോദരങ്ങൾ ഓസ്ട്രേലിയയിലാണ്. എന്റെ ഹസ്ബൻഡിന്റെ ആൾക്കാരെല്ലാം തന്നെ അമേരിക്കയിൽ ചിക്കാഗോയിലുണ്ട്. സഹോദരങ്ങളെല്ലാവരും ഉണ്ട്. ഹസ്ബൻഡിന് ഫാം ടൂർ തന്നെയാണോ? ഹസ്ബൻഡിന് ബിസിനസ് ഉണ്ട്. ഫാമിലി ഞങ്ങൾ മിക്കവാറും കാണും. പുള്ളിക്കാണ് ഈ ഫാമും ഫാം ടൂറിസ്റ്റ് കൂടുതൽ ഇഷ്ടം. കൃഷിയോടൊക്കെ കൂടുതൽ താല്പര്യം. എന്തോ പ്രോമിസിംഗ് ജോബ് ആണോ? കൃഷി മാത്രം ചെയ്തുകൊണ്ട് ജീവിതം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഞങ്ങളത് ബിസിനസ് ആക്കി. അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് വീടിനൊക്കെ അളവൊക്കെ ഉണ്ടെങ്കിൽ കൃഷി മാത്രം ചെയ്തുകൊണ്ടൊന്നും നടക്കുകയല്ല. വേറെ ബിസിനസ്സും ചെയ്യണം ആ കൂട്ടത്തില്. ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടോ? ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാമ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് അമ്മിണി വർഗീസ്. എവിടെ നാട്ടില്? നാട്ടിൽ ഞാൻ എറണാകുളത്താണ്. എവിടെ എറണാകുളം? തേവലക്കര. ഓക്കെ. അത് ഏത് റൂട്ട്? ആലുവ റൂട്ടാണോ? അല്ല, ആലുവയ്ക്ക് പോകുന്ന വഴിക്കാണോ? ഓ അല്ല, ചാലക്കുടി കൊല്ലത്തിലെടുത്ത. കൊല്ലം. ഓ, എറണാകുളം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങളവിടെ ഒരു 10-20. തേവലക്കര, മാവേലിക്കരയ്ക്ക് അപ്പുറം തേവലക്കര. ഓക്കെ. ആദ്യമേ ഞങ്ങളുടെ വീട് അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുക. അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? അമേരിക്കയിലായിട്ട് ഞാനിപ്പം 75 years. 75 years വയസ്സായി. അമേരിക്കയിലായിട്ട് അതാ പറഞ്ഞ 75 വർഷമായിട്ട് അമേരിക്കയിലോ? അതെങ്ങനെയാ സംഭവിച്ചത്? അവിടുന്ന് നേഴ്സിംഗ് പഠിച്ച് പാസ്സായി ഇവിടെ വന്ന്. ഓക്കെ, താങ്ക് യു. ആണോ? പേരെന്ന് പറയാം? ഞാൻ ആദർശ്. മിനി നായർ. എവിടുന്നാ വരുന്നത്? ഞാൻ നാഷ്വിൽ ടെന്നസി. നിങ്ങള് ഫ്രണ്ട്സ് ആണോ? പിന്നെ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്സ്. എവിടെ പരിചയപ്പെട്ടു? പരിചയമോ? ഞങ്ങളിങ്ങനെ ഒത്തിരി പരിചയം, ഒരുപാട്. അമേരിക്ക വരുന്നതിന് മുമ്പ്? അമേരിക്ക വന്നതിന് ശേഷം. ഞാൻ വന്നിട്ട് 22 വർഷമായി. അപ്പൊ പിന്നെ മിനിയെ അറിയാത്തത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്താണ് മിനി അവിടുത്തെ കോൺസുലേറ്റില് ജോലി ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും പൊതുവെ കേരള ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിൽ നിന്ന് ഒന്നാണ്. അല്ലല്ല, ഇവിടെ നിന്ന് തന്നെയാണ്. 9 വർഷമായി ജോലിയാണ്. ഇവിടുത്തെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും എല്ലാം വളരെ സഹായമാണ്. ഏത് കോൺസുലേറ്റ്? അറ്റ്ലാന്റയുടെ അണ്ടറിലാണോ? ഏതൊക്കെ സ്റ്റേറ്റ്? ടെന്നസി. ഹ്യൂസ്റ്റണിൽ കോൺസുലേറ്റ് ഉണ്ടല്ലോ. ഹ്യൂസ്റ്റണിലാണ് അറ്റ്ലാന്റ മാറിപ്പോയത്. ഓ, ഓക്കെ.
പേരൊന്ന് പറഞ്ഞു വിട്ടേരെ. ജോയൻ സാമുവൽ റിസപ്ഷൻ്റെ ചെയറാണ്. ഫോമയുടെ തുടക്കം മുതൽ ഇവിടെ ഉള്ള ആളാണ്. അന്നത്തെ രജിസ്ട്രേഷൻ ചെയറായിരുന്നു. ഇങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും ഫോമയോടൊപ്പം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വന്നതിലുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇന്ന് കഴിയുന്നു. കൺവെൻഷൻ എല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഭംഗിയായി നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ടുള്ള നോട്ടത്തോടെ ഇരിക്കുന്നു. താങ്ക് യു. കണ്ടില്ല, ഇവിടെ എഴുതാൻ കാണുമായിരിക്കും. എൻ്റെ പേര് ജിനോ. ഞങ്ങള് ഫ്ലോറിഡയിൽ ടാമ്പയിൽ നിന്ന് വരുവാണ്. കൺവെൻഷൻ കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നാട്ടില് മല്ലപ്പള്ളി എഴുമറ്റൂർ എന്ന് പറയും. താങ്ക് യു. അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? അമേരിക്കയിലായിട്ട് ഇപ്പം 20 വർഷം. ജിനോ വർഗീസ്. എൻ്റെ പേര് അമ്പിളി സജിമോൻ. അറ്റ്ലാന്റയിലാണ്. അമേരിക്കയിലായിട്ടൊരു 15 വർഷം. ഞാൻ ഫോമ കൂടി അടിച്ചു പൊളിക്കാൻ വന്നതാണ്. അറ്റ്ലാന്റയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്താ പഠിച്ചതൊക്കെ? ഞാൻ ബേസിക്കലി ആറിനാണ് നേഴ്സിംഗ്. ഞാൻ ഹൈദരാബാദ്. നാട്ടിലെ കോട്ടയം പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ നാട്. എൻ്റെ പേര് ബൈജു ആന്റണി, കാലിഫോർണിയ സാക്രമെന്റോ വരുന്നു. നാട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തിരുമുറ്റത്താണ് വീട്. തൊട്ട് പഠിക്കുകയാണ് എൻ്റെ വീട്. തൊട്ട് പഠിക്കുകയാണ്. അതിൻ്റെ ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ, അത്രേ ഉള്ളൂ. അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. പിന്നെ ഫാദർ മദർ മാത്രമേ ഉള്ളൂ നാട്ടില്. എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ഹോൾഡർ ഉണ്ട് അവിടുത്തെ. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ വന്ന് അവിടെ 10 സെന്റ് 5 സെന്റ് ഒക്കെ മേടിച്ച് അവിടെ നമുക്ക് ഭൂമിയൊക്കെ അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏർമ പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 20 വർഷമായി. ഫോമയായിട്ട് വലിയ ബന്ധുവങ്ങളാണ്. ഞാൻ കാലിഫോർണിയ. ഞാൻ ഒരു 12 മണിക്കൂടെ വന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചൂടുണ്ടോ അവിടെ? ചൂട് ഇല്ല, ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. ഹലോ ചേച്ചി, പേരെന്ന് പറയാം? ബീന കണ്ണുക്കാടൻ. നാട്ടില് ചാലക്കുടി. ഫോമയിലായിട്ട് എത്ര വർഷമായി? ഫോമ ആരംഭിച്ച മുതല് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് അടുത്ത വർഷത്തേക്കുള്ള 2 വർഷത്തേക്കുള്ള ജോയിന്റ് ട്രഷറായിട്ട് മത്സരിക്കുന്നു. എന്താ നാട്ടിൽ പഠിച്ചതൊക്കെ? ഞാൻ നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ വന്ന് 34 years ആയിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെ പഠിച്ചത്? ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ. കോളേജ് മാള കാർമൽ കോളേജ്. മക്കള് 3 പേര്. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. എല്ലാവരും ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ എല്ലാവരും സെറ്റിൽഡായി. 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവർ 3 പേരും ഫോമ ആരംഭിച്ച കാലങ്ങളിലെ കലാപ്രതിഭയും മത്സരങ്ങളിലൊക്കെയും എല്ലാ കൾച്ചറൽ ഇതിനൊക്കെയും പങ്കെടുത്തിട്ടുള്ളവരാണ്. സീറോ മലബാർ. കൺവെൻഷൻ കൺവെൻഷൻ. ഞാൻ SB കോളേജിന്റെ അലുമിനൈക്ക് വന്നിരുന്നു. ഓക്കെ. എന്താ ചേട്ടാ പറഞ്ഞേ? എന്താ ചേട്ടാ ഇത് നമ്മുടെ ഒരു ലോക്കൽ ചാനലാണ്. ഓക്കെ, ഹ്യൂസ്റ്റൺ വോയിസ്. ഓക്കെ, പേര് പറഞ്ഞു. ഒരു സെക്കൻഡ്. ഞാൻ പറയുന്നുണ്ട്. ആന്റി ഒന്ന് കണ്ടിട്ട് ഒറ്റ സെക്കൻഡ്. പ്രസിഡന്റായിരുന്ന ബാബുച്ചായന്റെ ഭാര്യ സിയാറ്റിൽ. എന്താ പ്രൊഫഷൻ ഒക്കെ ഒന്ന് പറയാമോ? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഹലോ, എൻ്റെ പേര് കുസ്മൻ ടൈറ്റസ്. ഞങ്ങൾ സിയാറ്റിലിൽ നിന്നാണ്. ഫോമയ്ക്ക് എല്ലാ വർഷവും എല്ലായിടവും വരുന്നതാണ്. ഹോപ്പ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു എവരിബഡി. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. നാട്ടില് പത്തനംതിട്ട. ഓമല്ലൂർ, പത്തനംതിട്ട. ജിസി തോമസ്. ലാസ് വേഗസ്. വേഗസിൽ 23 years. നേഴ്സ് പ്രാക്ടീഷണർ.
ഫോമായിട്ടുള്ള ബന്ധം? ഫോമിയായിട്ടുള്ള ബന്ധം 2010 മുതൽ ഫോമിയായിട്ട് പ്രോഗ്രാമിലെല്ലാം വരാറുണ്ട്. താങ്ക് യു. താങ്ക് യു. പേര് ഓർമ്മക്കുറവ് എന്താ പഠിക്കാനോ? അമേരിക്കയിൽ ഇന്ന സ്റ്റേറ്റിൽ നിന്നാണ്. എൻ്റെ പേര് ബെഞ്ചമിൻ ജോർജ്. എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. ന്യൂ ഹൈ പാർക്കിലാണ്. ഇവിടെ അടുത്ത ചോദ്യം എന്താ? ന്യൂയോർക്കിൽ എത്ര വർഷമായി? ന്യൂയോർക്കിൽ 40 വർഷത്തിൽ കൂടുതലായി. എന്താ ലൈൻ ഓഫ്? ഞാൻ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യുന്നു എയർപോർട്ടിൽ. ഫോമയെ കുറിച്ച് ഇപ്പൊ 12 പേരും എൻ്റെ സഹോദരങ്ങളാണ്. സഹോദരനും സഹോദരിമാരും ആ 12 പേര്. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു 12 പേർക്കും ഞാൻ ചെയ്തു. 12 പേരും ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സർ. ജിജു എന്നാ ഉണ്ട്? എന്തേലും ഒന്ന് പറഞ്ഞേ. പേരെന്ന് പറയാമോ? രാജു പള്ളം. നാട്ടില് മാവേലിക്കര. ഇവിടെ ഏത് സ്റ്റേറ്റില്? ന്യൂജേഴ്സി. മത്സരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, മത്സരമൊന്നുമില്ല. മത്സരിപ്പിക്കുന്നുള്ളൂ. ജിജു സീരിയസ് ആണല്ലോ. ഹലോ, ഡു യു മൈൻഡ് ടെല്ലിങ് യുവർ നെയിം? എവിടുന്നാ വരുന്നത്? കാനഡ. ഓക്കെ. കാനഡയിൽ എവിടെ? ടൊറന്റോയിൽ. ഫോമായിട്ട് എങ്ങനെ ബന്ധം? നാട്ടിലെവിടെയാ? ചങ്ങനാശ്ശേരി എവിടെയാ? എൻ്റെ വീട് കൂത്രപ്പള്ളി കറുകച്ചാല. പഠിച്ചതൊക്കെ ഞാൻ ബാംഗ്ലൂർ. കോളേജ് ചങ്ങനാശ്ശേരി? അല്ലല്ല, നേഴ്സിംഗ് അല്ല. കാനഡയല്ലേ? വൈ കാനഡ? വൈ കാനഡ. വൈ നോട്ട് USA? കാനഡയിലോട്ട് കല്യാണം കഴിഞ്ഞു വന്നോ? എത്ര വർഷമായി കാനഡ വന്നിട്ടോ? ഒത്തിരി വർഷം. നാട്ടിലെന്നാ ലാസ്റ്റ് പോയത്? കഴിഞ്ഞ വർഷം. ലൈഫ് ഓക്കെ ആണോ കാനഡയിൽ? ഹ്യൂസ്റ്റണിൽ ആദ്യമായിട്ടാണോ? എങ്ങനെ തോന്നി? ഏത് എയർപോർട്ടിലാണ് വന്നത്? ബുഷ്. हेलो सर, कैन यू जस्ट टेल योर नेम? ओके ओके. सरकार है? सरकार. कहाँ से? മലയാളിയാണോ? അതെ അതെ. ഓ അത് ശരി. എവിടെയാണ് നാട്ടിൽ? എന്തോ നാട്ടിൽ? കൊച്ചി. എത്ര വർഷമായി അമേരിക്കയിലായിട്ട്? എന്തോ അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? ഞാനിവിടെ സാൻ ബെർണാഡിനോ എന്ന് പറയും. അതായത് ലോസ് ആഞ്ചൽസിൻ്റെ ഔട്ടർ ഏരിയ. എത്ര വർഷമായി അമേരിക്ക? 35 വർഷമായി. എന്തായിരുന്നു ലൈനോ? ഫാഷൻ. ഇന്ത്യയിൽ നിന്ന് പോന്നിട്ട് 73 വർഷമായി. 73-ൽ പോകുന്നു. 73. അപ്പം 27 47. ഇപ്പം 83 വയസ്സായി. നാട്ടിൽ എറണാകുളം എന്ന് പറഞ്ഞേ? കൊച്ചി. എവിടെയായിരുന്നു കൊച്ചിയിൽ? എന്തോ കൊച്ചിയിൽ എവിടെയായിട്ടാ? ചുള്ളിക്കൽ എന്ന് പറയും. എന്നാ നാട്ടിൽ അവസാനം പോയത്? 22-ൽ 22-ൽ പോയി 23-ൽ തിരിച്ചു വന്നു. ആ ഇയർ എൻഡിൽ പോയി 23-ൽ തിരിച്ചു വന്നു. ഫാഷൻ ഡിസൈൻ, ഹൗ ഇറ്റ് ഹാപ്പൻ? How it happened to land up in fashion design? In Washington? No, fashion line. I went to Germany. There I went to school. It was in 73. Okay. അവിടെ എന്താ പഠിച്ച? ഫാഷൻ എന്ന് പറയാൻ ഫാഷൻ സ്കൂളുണ്ടല്ലോ. അത് ആക്ച്വലി ഹാൻഡ് വർക്ക് സ്കൂൾ എന്ന് പറയും. അപ്പോൾ അവിടെ ഫാഷൻ പഠിപ്പിക്കും, കാർപ്പൻട്രി പഠിപ്പിക്കും, ഗോൾഡ് സ്മിത്ത്, അയൺ സ്മിത്ത്, അങ്ങനെ ഒരു 5 ട്രേഡ് ഹാൻഡ് വർക്ക് സ്കൂളെന്ന് പഠിപ്പിക്കും. അപ്പോൾ ആദ്യമേ പഠിപ്പിക്കുന്നത്, അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം വിമൻസ് വേണോ മെൻസ് വേണോ എന്നുള്ളത്. ഞാൻ മെൻസാണ് ചൂസ് ചെയ്തത്.
അപ്പൊ ആദ്യം പഠിപ്പിക്കുന്നത് നമ്മളെ ഗാർമെന്റ് തേക്കാനാണ്. ലൈനായിട്ട് തേക്കാൻ പഠിപ്പിക്കുക. അത് നന്നായിട്ട് തേക്കാൻ പഠിപ്പിക്കും. പിന്നെയാണ് തയ്ക്കാൻ പഠിപ്പിക്കുന്നത്. തയ്ക്കാൻ പഠിപ്പിച്ചിട്ടാണ് എൻ്റെ പാറ്റേൺ ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ അവസാനം ഞാനൊരു മെൻസ് ചൂസ് ചെയ്തു. മെൻസാണ് ചൂസ് ചെയ്തത്. പിന്നെ അമേരിക്ക വന്നപ്പോൾ ഇവിടെ മെൻസ് ഫാഷന് വലിയ ജോലി കിട്ടാനും പ്രയാസമാണ്. അതെ. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ വിമൻസ് ഫാഷൻ പഠിച്ചു. പഠിക്കാനൊന്നുമില്ല, ആ മെഷർമെന്റ് അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. എന്താണ് ഫാഷൻ ഡിസൈനിൽ സാറിൻ്റെ ഒരു ബ്രാൻഡിങ് എന്താണ്? വാട്ട് യു എന്ത് അതിനകത്ത് എംബ്രോയിഡറി ആണോ സ്റ്റിച്ചിങ് ആണോ? ഞാൻ പാറ്റേൺ മേക്കിങ്ങിലാണ്. ഞാൻ സ്വന്തമായിട്ട് ഡിജിറ്റൽ പാറ്റേൺ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ലോസ് ആഞ്ചലസിൽ. ആർക്ക് വേണ്ടിയാണ്? ഫോർ ഫിലിം സ്റ്റാർസ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ളത് വെർസാച്ചി എന്ന് പറഞ്ഞിട്ട്. അത് ഇറ്റാലിയൻ അല്ലേ? ഇറ്റാലിയൻ ഡിസൈൻ അല്ലേ? ഒറിജിനൽ അമേരിക്കൻ കമ്പനിയാണ്. ഫ്ലോറിഡ. സോ യു ലൈക്ക് ദിസ് ജോബ്? Now I am totally retired. Now ഇപ്പം ഒരു സൂചിയിൽ നൂലൊടിക്കാൻ പോലും പ്രയാസമാണ്. സാർ എങ്ങനെയാ ബേസിക്കലി ഇപ്പോൾ റിട്ടയർഡ് ആണോ? അല്ല, പിന്നെ ഫുൾ ടൈം ജോബ്. ഓക്കെ, ഫുൾ ടൈം റിട്ടയർഡ്. മക്കൾ ആരെങ്കിലും ഈ ലൈനിലുണ്ടോ? ഇല്ല, ഞങ്ങള് രണ്ടുപേരും രണ്ടാമത്തെ കല്യാണമാണ്. അപ്പൊ എൻ്റെ വൈഫിൻ്റെ ആദ്യത്തെ കല്യാണത്തിന് 2 മക്കൾ. വൈഫ് വാസ് എ നേഴ്സ്. She is also my age, retired and she is not well. ഞാനെപ്പോഴും അറ്റ്ലീസ്റ്റ് all other year I used to come for this one. സാറ് ജർമ്മനിയിൽ നിന്ന് എങ്ങനെ അമേരിക്ക വന്നേ? അവിടെ കുറച്ചാൾ നിന്നു. അപ്പോൾ എനിക്ക് അമേരിക്കയിൽ എല്ലാവരും അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്തു. നേരെ എംബസിയിലോട്ട് പോയോ അതോ നേരെ എംബസിയിൽ പോയോ അതോ? ഇല്ല, എംബസി ഞാനിവിടെ ആദ്യം ടൂറിസ്റ്റായിട്ട് വന്നിട്ട് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ വീസ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വീസ ഉണ്ടായിട്ട് തിരിച്ചു പോകുന്നു ചോദിച്ചിട്ട് അവിടെ കുറച്ച് ദിവസം നിന്നാൽ മതിയായിരുന്നു, ആരെങ്കിലും സ്പോൺസർ ചെയ്യും. അങ്ങനെ പിന്നെ വന്നപ്പോൾ ജോലിക്കാർ ഈ ജോലി തരുന്നവർ എന്നെ സ്പോൺസർ ചെയ്യാൻ റെഡിയായി. അത് ജൂയിഷ് കമ്പനിയാണ്. ഈ ലൈനിലോട്ട് ആരെങ്കിലും സാറ് റെക്കമെൻഡ് ചെയ്യുമോ? എന്തോ ഈ ലൈനിലോട്ട് ആരെങ്കിലും കമ്മിങ് ജനറേഷൻ? ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ ജൂനിയറാണ്. എൻ്റെ മകനായുള്ള പ്രായം പോലും ഇല്ല. അവൻ ജയിലിലാണ്. നമ്മുടെ നമ്മുടെ യേശുദാസിന്റെ ഒരാൾ അത് തന്നെയാണ്. ആർ യു കണക്റ്റഡ് വിത്ത് ഹിം? നോ. പിന്നെ വെരി മച്ച്. ഹൗ? യേശുദാസ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്. കൊച്ചിന്ന് ഉള്ള യേശുദാസ് എൻ്റെ വീട്ടിൽ നിന്ന് പല മാസങ്ങൾ താമസിക്കുന്നു. ഐ നോ ദാറ്റ് സ്റ്റോറി ഈസ് വെരി ഡിസാർട്ടനിങ്. യേശുദാസിന്റെ ഭാര്യയുടെ അനിയത്തി. I know many government level they tried their level best, you know. Yeah, what to do, you know, such allegations when they come. നമ്മുടെ പേര് സെന്നി ചങ്ങനാശ്ശേരി. ഓക്കെ സാർ. സാറ് 4 ദിവസം ഇവിടെ ഉണ്ടാവും അല്ലേ? എൻ്റെ ഫാമിലി ഒറിജിനലി വി കം ഫ്രം മുട്ടാർ. കുട്ടനാടാണ്. ഞങ്ങൾ അടുത്താണ്. ഞങ്ങൾ മുട്ടാറിൽ നിന്ന് മാറി താമസിച്ചവരാണ്. പക്ഷേ 200 കൊല്ലം മുമ്പ്. സാറിന് എങ്ങനെ ഈ സർക്കാർ എന്നുള്ള പേര് വന്നു? അത് ബംഗാളാണല്ലോ. അത് വീട്ടിൽ വിളിച്ച ബംഗാളി നെയ്മാണ്. അതായത് എൻ്റെ മൂത്ത ചേട്ടൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ കിടക്കും. അപ്പോൾ ഒരു ബംഗാളി ചേട്ടൻ്റെ കൂടെ മുറിയിലുണ്ടായിരുന്നു. അയാളുടെ പേര് സർക്കാർ. മനസ്സിലായി. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അയാൾ തന്നുകൊണ്ട് ചത്തുപോയി. മനസ്സിലായി. അപ്പോൾ അയാളുടെ ഓർമ്മയ്ക്കായിട്ട് എന്നെ വീട്ടിൽ അങ്ങനെ വിളിച്ചു. That's a unique name, you know. I was born in 1943. മനസ്സിലായി. എന്നാലും സാറ് ട്രാവൽ ചെയ്യുന്നല്ലോ, യു നോ. ഗോഡ് ബ്ലസ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ചേച്ചി പേരെന്ന് പറയാമോ? ബുദ്ധിമുട്ടി പറഞ്ഞ എന്തായിരുന്നു? സജി. വളരെ ലോ ആയിട്ടാണ് പറഞ്ഞത്. ലോ പ്രൊഫൈല്. വോളിയം കുറവായിരുന്നു. കുഴപ്പമില്ല. താങ്ക് യു. എൻ്റെ പേര് സജി. ഞാൻ കൈപ്പറ്റു എന്ന് വരുന്നു. അവിടെ ന്യൂയോർക്കിലാണ്. 42 വർഷമായിട്ട് ന്യൂയോർക്കിൽ താമസിക്കുന്നു. ഫോമായിക്ക് വേണ്ടി വന്നതാണ്. നാട്ടിൽ ഏത് പള്ളിയൊക്കെയാരാണ് നിങ്ങൾ? ഞങ്ങൾ നാട്ടിലെ കൈപ്പറ്റു സെൻറ്റ് ഇഗ്നേഷ്യസ്
ഓർത്തഡോക്സ് അല്ലേ? ഓർത്തഡോക്സ്. ഇവിടെ അതുണ്ടല്ലോ അല്ലേ? ഇവിടെ തന്നെ ഇവിടെ ലെവിറ്റൗൺ പള്ളിയിൽ താമസിക്കും. നൈസ് മീറ്റിംഗ്. ഹലോ, പേരെന്ന് പറഞ്ഞേക്കാം സാറേ. പേരെന്ന് പറഞ്ഞേക്കാം. ബിജു. എവിടുന്നാണ് വരുന്നത്? നാഷ്വിൽ, ടെന്നസി. കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ. പേരെന്ന് പറഞ്ഞേക്കാം. ജോൺസൺ ജോസഫ്, ഫോമയുടെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആണ്. നാട്ടിലെ കോട്ടയത്ത് കുറവലങ്ങാടാണ് വീട്. ഇവിടെ ലോസ് ആഞ്ചൽസിൽ താമസിക്കുന്നു. ഇവിടെ വളരെ മികച്ച ഒരു കൺവെൻഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൺവെൻഷന് മുന്നോടിയായിട്ടുള്ള ഒരു തലേ ദിവസമാണ് ഇന്ന് ഇത്രയും ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫോർമാലിറ്റി കൺവെൻഷൻ വൻ വിജയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഇരുപാനിലുള്ള മത്സരാർത്ഥികൾ ഇവിടെ ഇന്ന് നിലവിലുണ്ട്. ഇരുപാനിലുള്ളവരും പരസ്പരം കാമ്പയിൻ ചെയ്യുന്നുണ്ട്. ടീം പ്രൊമീസിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് ഞാൻ മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഞങ്ങളുടെ പാലിൽ നിന്ന് മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്രീ മാത്യു വർഗീസ്, സെക്രട്ടറി അനു സക്രിയ, ട്രഷറർ ബിനോയ് തോമസ്, വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി രേഷ്മ രഞ്ജൻ, ജോയിന്റ് ട്രഷറർ ടിറ്റോ ജോൺ എന്നീ 6 പേരും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് ഈ 6 പേർക്ക് നൽകണമെന്ന് ഫോമയുടെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ജോൺസൺ ജോസഫ് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. കോട്ടയം കുറവലങ്ങാട്. നാട്ടിൽ പഠിച്ചത് കുറവലങ്ങാട് പഠിച്ചത് ദേവമാതാ കോളേജ്, അതിനുശേഷം തൃശ്ശൂർ ത്യാഗരാജർ പോളിടെക്നിക് പഠിച്ചിരിക്കുന്നത്. ഏത് പോളിടെക്നിക്കാ? ത്യാഗരാജർ പോളിടെക്നിക്, തൃശ്ശൂരോ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഏത് വർഷമായിരുന്നു? 1989. ഞാൻ 78-81. അവിടെ തന്നെ ത്യാഗരാജർ. അല്ല, ഞാൻ കോട്ടയത്താണ്. കോട്ടയത്ത്. പോളി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പോളി കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് മെക്കാനിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം കിട്ടിയതിന് ശേഷം ജോലി കിട്ടി. ഡൽഹിയിലായിരുന്നു ജോലി. ഡൽഹിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായി. അമേരിക്കയിൽ വന്ന ഉടൻ തന്നെ എനിക്ക് ജോലി കിട്ടി. ഇന്ന് ഒരു മൾട്ടി നാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഞാൻ. മെക്കാനിക്കൽ ഡൽഹി ഏത് കമ്പനിയിലായിരുന്നു? ഡൽഹിയിൽ മദർസൺ സുമി, ഒരു ജപ്പാനീസ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ എന്തുമായിരുന്നു ഉണ്ടാക്കിയത്? അവിടെ ടൂൾ മാനുഫാക്ചറിംഗ്, ടൂൾ ആൻഡ് ഡൈ മാനുഫാക്ചറിംഗ്. എന്നിട്ട് അമേരിക്കയിൽ വന്നിട്ട് വല്ലതും പരീക്ഷ വല്ലതും എഴുതിയോ? അമേരിക്കയിൽ വന്നിട്ട് സെയിം ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. അതുകൊണ്ട് കൂടുതൽ എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടില്ല. എക്സ്പീരിയൻസ് ആണ് ഇതിൽ അമേരിക്കയിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞത്? കാലിഫോർണിയ സ്റ്റേറ്റിൽ. അവിടുന്ന് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലേ? മൂവ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ജോബും എല്ലാം കൂടി ഞാൻ കാലിഫോർണിയയിൽ തന്നെ പെർമനൻ്റായിട്ട് സെറ്റിൽ ചെയ്തു. ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്. ഇവരെല്ലാവരുമായിട്ട് അവിടെ സുഖമായിട്ട് കഴിയുന്നു. അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റിൽ എപ്പോഴും ഞാൻ എല്ലാ മാസവും വിസിറ്റ് ചെയ്യാറുണ്ട്. വളരെ കോസ്റ്റ്ലി അല്ലേ? കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ. താങ്ക് യു. എന്നാൽ 4 ദിവസം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? 4 ദിവസമുണ്ട്. ഓക്കെ, താങ്ക് യു. പോളിയിലെങ്ങാനും പോയിട്ടുണ്ടോ തിരിച്ച്? ഞാൻ പോളി പോയിട്ടുണ്ട്. പോളി പോയപ്പം ഒത്തിരി പഴയ ഒരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം പണ്ട് നമ്മൾ ഓടിച്ചാടി ആ ഒരു ദുഃഖം ഇന്നും വളരെ നല്ല രീതിയിൽ കാത്തു സംരക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. ഡിഗ്രിക്ക് പോയായിരുന്നു? ഏത് കോളേജിലാണ് പോയത്? കുറവലങ്ങാട് ദേവമാതാ കോളേജ്. പിന്നെ പോളിക്ക് പോയി അല്ലേ? അതിനുശേഷം പോളിക്ക്. ആരും സജസ്റ്റ് ചെയ്തിട്ടാണോ അന്ന് പോയത്? അന്നത്തെ രീതിയിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ സജസ്റ്റ് ചെയ്ത് തന്നെയാണ് പോയത്. കാരണം എഞ്ചിനീയറിംഗ് രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോബ് സാധ്യത വളരെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ നൈസ് ടോക്കിംഗ് ടു യു സർ. താങ്ക് യു. പേരൊന്നുകൂടെ പറയാമോ? ജോൺസൺ ജോസഫ്, ഫോമയുടെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ്. താങ്ക് യു. പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. രാജേഷ്, 2 വാക്ക് പറഞ്ഞായിരുന്നു. പേരെന്ന് പറഞ്ഞായിരുന്നു? എൻ്റെ പേര് വർഗീസ് രാജേഷ് മാത്യു, സദേൺ റീജിയൻ ചെയർമാനാണ്. നമ്മുടെ ഇവിടെ ഹൂസ്റ്റണിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. എല്ലാവരെയും ഈ ഹൂസ്റ്റണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും അതിൻ്റെ അത്യുന്നതത്തിലെത്തിയിരിക്കുന്നു. എല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ എല്ലാം
പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നു. എല്ലാവിധ ആശംസകളും ഇന്റർനാഷണൽ കൺവെൻഷന് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും ഹ്യൂസ്റ്റണിലേക്ക് സ്വാഗതവും ചെയ്തുകൊള്ളുന്നു. ഹ്യൂസ്റ്റണിൽ നിന്നും രാജേഷ്. താങ്ക് യു. ഹലോ, കാൻ യു ജസ്റ്റ് ടെൽ യുവർ നെയിം? Hello, can you just tell your name? Are you busy? പിന്നെ എടുക്കാമല്ലോ. പേരെന്ന് പറയാമോ? ഷാജി. നാട്ടിൽ കടമ്പനിട്ട. അമേരിക്കയിൽ എവിടാ? അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ നിന്ന് 32 പേര് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. 32 പീപ്പിൾ. ഞങ്ങൾ ആർജവുമായി എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നു. അത് അടിച്ച് കലക്കും നമ്മൾ ഈ പ്രാവശ്യം. ഫോമയായിട്ട് എങ്ങനെ എത്ര നാളായിട്ട് ബന്ധമുണ്ട്? ഫോമ തുടങ്ങിയ കാലം തൊട്ട്, ടൈറ്റസ് അച്ചാൻ്റെ കാലം തൊട്ട് നമ്മൾ ഫോമയിൽ കൃത്യമായി വർക്ക് ചെയ്യുകയും എല്ലാ കൺവെൻഷനിലും പങ്കെടുക്കുകയും എല്ലാ സഹകരണങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അറ്റ്ലാന്റ സൗത്ത് റീജിയൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട്. അറ്റ്ലാന്റയിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരാ? അറ്റ്ലാന്റയിൽ നമ്മൾ ഒത്തിരി കാലാകാലങ്ങളിൽ എവറി 2 years നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും അറ്റ്ലാന്റ സൗത്ത് റീജിയൻ ഒറ്റയ്ക്ക്, അതായത് ഒരുമയോടെ വർക്ക് ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫോമ സൗത്ത് റീജിയൻ ഞങ്ങളൊരു ശക്തിയാണ്. ഞങ്ങൾ ശക്തിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നാട്ടിൽ പത്തനംതിട്ട കടമ്പനിട്ട എന്നുള്ളൊരു കൊച്ചു ഗ്രാമത്തിലാണ്. പത്തനംതിട്ട ജില്ലയിൽ കടമ്പനിട്ട എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ വീട്. പക്ഷെ അവിടുന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിൽ നിന്ന് അറ്റ്ലാന്റയിലേക്ക് കുടിയേറി അറ്റ്ലാന്റയുടെ സൗത്ത് റീജിയൻ്റെ നെടുംതൂണായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. പഠിച്ചതൊക്കെ ഏത് കോളേജാണ്? എന്തോ പഠിച്ചതൊക്കെ ഏത് കോളേജാണ്? പഠിച്ച കോഴഞ്ചേരി കോളേജ്, അപ്സര കോളേജ് കോഴഞ്ചേരി, കടമ്പനിട്ട ഹൈസ്കൂൾ. അവിടെ നിന്നാണ് നമ്മൾ ഇത്ര ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത്. സിബ്ലിങ്സ് എല്ലാം ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. ഓക്കെ, താങ്ക് യു. സാറേ സാറേ എങ്ങനെയുണ്ട്? ഒന്ന് പറഞ്ഞേ രണ്ടു. Okay, I think it will be a great convention, former convention. This is a chance to see everybody, people from New York, people from Atlanta, people from all over, entire America, entire USA. Okay. സാറ് എഴുതിയ പോലെ വലിയ വാശിയേറിയ മത്സരമാണോ ഇത്? എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, രണ്ട് ടീമും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ. ഓക്കെ,
പൊക്കാനായുടെ പോർക്കളത്തിൽ അതിഭയങ്കരമായ ഒരു ഏറ്റുമുട്ടൽ. അത് ഓക്കെ, യാതൊരു തരത്തിലുള്ള രക്തച്ചൊരിച്ചിലും ഇതിലില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദമായിട്ട് വിത്ത് എ ഗ്രേറ്റ് സ്പിരിറ്റ് പീപ്പിൾ ആർ ഗോയിങ് ടു ഫൈറ്റ്. ഓക്കെ ഓക്കെ, they are all friends. You know, I don't know where to give my support and my vote. I wanted to give entire both team. In fact, I am confused. ഓക്കെ സാറിനെ പറ്റി ഒന്ന് പറയാമോ? രണ്ടു വാക്ക്. എവിടുത്തെ നാട്ടിലെന്നൊക്കെ? എൻ്റെ നാട് മൂവാറ്റുപുഴ അടുത്താണ്, പൈങ്ങോട്ടൂര് ഒരു കുഗ്രാമമാണ് എൻ്റെ സ്വദേശം. ഞാൻ അമേരിക്ക വന്നിട്ട് 51 വർഷമായി ഇപ്പം. ഓക്കെ, അനേകം കൺവെൻഷനുകൾ ഇതേമാതിരി കണ്ടിട്ടുണ്ട്. സന്തോഷം. ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ ഈ കൺവെൻഷൻ വളരെ വളരെ ആകർഷകമായിട്ടാണ് വരുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കാൻഡിഡേറ്റ്സ് നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലായ്പ്പോഴും പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഒരു ഇലക്ട്രോണിക് മത്സരമാണ്. അപ്പോൾ ഞാനൊക്കെ വന്ന അമേരിക്കയിൽ അന്ന് ചുവരെഴുത്തുകരായിരുന്നു. ഇന്ന് ചുവരെഴുത്തുകളില്ല, വെടിക്കെട്ട്, വാണം തുടങ്ങിയ കരിമരുന്ന് പ്രയോഗങ്ങളില്ല. എല്ലാം ഇന്ന് വളരെ ഇലക്ട്രോണിക് മാധ്യമത്തിൽ കൂടിയാണ്. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു തരത്തിലുള്ള അതിൻ്റെ രക്തച്ചരിച്ചിലുമില്ലാതെ നോക്കൂ, നമ്മുടെ പഴയ കാല സുഹൃത്തുക്കൾ, യങ്സ്റ്റേഴ്സ് ഉണ്ട്, യങ്സ്റ്റേഴ്സ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും. ഓക്കെ, ഇവരൊക്കെ ആണ് ഇപ്പോഴത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ വെടിക്കെട്ടെല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ, ആശയ സംവാദം, ഓക്കെ, പുതുരക്തങ്ങൾ അസോസിയേഷനിലേക്ക്, കൺവെൻഷൻ വേദിയിലേക്കൊക്കെ വരുന്നു. പുതുപുത്തൻ ആശയങ്ങൾ അത് നടക്കട്ടെ. ഇതാ ഭാവിയുടെ വാഗ്ദാനങ്ങൾ. അത് നോക്കൂ, നമ്മുടെ ഇദ്ദേഹം ഒരു പഴയകാല സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ മൂവാറ്റുപുഴക്കാരാണ്, സത്യത്തിൽ സഹപാഠികളാണ് പല അർത്ഥത്തിലും. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ തലമുറകൾ തമ്മിലുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഉള്ള കൺവെൻഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കവറിംഗ്. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തും. ഞാൻ ജിമോൻ റാലി, പത്രപ്രവർത്തകൻ കൂടിയാണ്. ആഴ്ച ഈ വർഷമാണ് ഈ ഫോമാലൊന്ന് സജീവമാകുന്നത്. വളരെ ആവേശകരമായ രീതിയിൽ ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ. 1000-ൽ പരം ആളുകൾ വന്നുകൊണ്ട് ഞാനിപ്പോൾ മീഡിയയുടെ കോ ചെയറായിട്ട്, അതുപോലെ റിസപ്ഷൻ കമ്മിറ്റിയിലും എല്ലാ കാര്യത്തിലുമുണ്ട്. വളരെ ഭംഗിയായിട്ട് പോകുന്നു. 1000-ഓളം ആളുകൾ ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ടും ഒരു ആഘോഷത്തിൻ്റെ, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കത്തക്കൊണ്ട് എല്ലാവരും AC ജോർജ് സാറ് ഒക്കെ ഇവിടെ വന്ന് വലിയ സന്തോഷമുണ്ട്. ഒരു 3-4 ദിവസം ഇവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം. അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അല്ല, ഈ മലയാളി അല്ല, ഞാനൊരു ലോക്കൽ ഹ്യൂസ്റ്റൺ വോയിസ് സ്റ്റാൻഡാണ്. പറഞ്ഞോ, പേര് പറയാം. മതി. എൻ്റെ പേര് വിൻസെന്റ് സേവിയർ പാലത്തിങ്കൽ. നാട്ടിലെവിടെ? നാട്ടിൽ എറണാകുളം. ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നു? ഇവിടെ ഫ്ലോറിഡ. ഞാൻ വാഷിങ്ടണിലാണ് ആയിരുന്നു, ഫ്ലോറിഡയിലാണ്. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അല്ല, ഇത് നമ്മൾ സ്ഥിരമായിട്ടുള്ള നമ്മൾ ഫോമയുടെ കൺവെൻഷൻ്റെയൊക്കെ സ്ഥിരം പാർട്ടിസിപ്പൻ്റ് ആണ്. സംഘടന വർഷത്തെ പ്രസിഡന്റായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വിൻസെന്റ് കേട്ടോ. നമ്മുടെ അടുത്ത വർഷത്തെ പ്രസിഡന്റായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം വിൻസെന്റിനെ. ലിജി, പേരെന്ന് പറയാം. എൻ്റെ പേര് ലിജി കൃഷ്ണൻ എന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഫോമായുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഐ എം വെരി ഹാപ്പി. പിന്നെ പറയാമേ സാറേ, പേരെന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് തോമസ് സൂര്യാകുന്നേൽ. ഞാൻ ഫോമയുടെ തുടക്കം മുതൽ ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കൂടെ പോവുകയാണ്. ഞാൻ പ്രൊഫഷൻ്റെ കോർഡിനേറ്ററാണ്. ഞങ്ങൾ എല്ലാവരെയും ഹൂസ്റ്റണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പഴയ ആളുകളെല്ലാം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി ആളുകളുണ്ട്, ഇനി ഒത്തിരി പേര് വരാനുണ്ട്. എന്നായാലും നല്ലൊരു ക്രൗഡാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട്, ആർഭാടമായിട്ട്, ആഘോഷമായിട്ട് ഞങ്ങൾ ആ ഓർമ്മ പുതുക്കൽ ഭംഗിയായിട്ട് ഇവിടെ നടക്കും.
നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സാറ് സാഹിത്യത്തിന്റെ സമ്മേളനത്തിലുണ്ടോ? എന്തോ സാഹിത്യ സമ്മേളനത്തിലുണ്ടോ? ഇല്ല, ഞാൻ പ്രൊഫഷന്റെ ചെയർപേഴ്സൺ. നാട് എവിടെ സാറിന്റെ? എന്റെ സ്ഥലം തൊടുപുഴ. താങ്ക് യു സർ. പറയാനുണ്ടോ? ഞാൻ സ്റ്റാഫുള്ളായിട്ട് ഇപ്പോൾ 40 വർഷമായി. ഒത്തിരി സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ഫോമയുടെ എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏത് ഭാഗത്ത് ചെന്നാലും ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാ ഭാഗത്തും ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അനുഭവം എനിക്ക് ഫോമയിൽ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. സാറ് പേരെന്ന് പറയാമോ? നാട്ടിലെവിടെ? ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? വാഷിംഗ്ടൺ സ്റ്റേറ്റ്. വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ. എത്ര നാളായി അമേരിക്കയിലായിട്ട്? 55 വർഷം. കുമ്പനാട്ട് നിന്നല്ലേ? ഏത് പള്ളിയിലാണ് പോകുന്നത്? പേരെന്ന് പറയാം? കോട്ടക്കൽ മാത്യു ചാക്കോ, ആൽബനി, ന്യൂയോർക്ക്. ഓക്കെ. നാട്ടിലെ നാട് തിരുവല്ല. എവിടെയായിട്ടാ? തിരുവല്ല. പ്രോപ്പർ തിരുവല്ല. പഠിച്ചത് തലവടി. ഫോമായിട്ട് എങ്ങനെയാ ബന്ധം? ഫോമായിട്ട് എങ്ങനെയാ ബന്ധം? ഫോമായിട്ട് ഞാൻ നാഷണൽ കമ്മിറ്റി. ഓ ഓക്കെ. സാറേ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ഐപ്പ്മാരൻ. നാട്ടിലെ? ഐപ്പ്മാരൻ, കല്ലുപ്പാറ, തിരുവല്ല. എന്നോട് പേര് പറയാം? ഐപ്പ്മാരൻ. ഓക്കെ. ഇവിടെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഞങ്ങൾ ഫിലാഡൽഫിയ. കല്ലുപ്പാറ. ഏത് പള്ളിയിലാണ് പോകുന്നത്? ഞങ്ങൾ സെന്റ് ഗീഗോറിയസ് ഓർത്തഡോക്സ് ഫിലാഡൽഫിയ. എത്ര വർഷമായി ഫിലാഡൽഫിയ? ഇവിടെ വന്നിട്ട് 30 വർഷം കഴിഞ്ഞു. നാട്ടിലെവിടെയായിരുന്നു ജോലിയൊക്കെ? നാട്ടിൽ ഞാനൊരു ITI ഇൻസ്ട്രക്ടറായിരുന്നു. ഏത് ITI? സെൻട്രൽ ITC മല്ലപ്പള്ളി. സെൻട്രൽ. അവിടെ എന്താ ഏത് ഇലക്ട്രീഷ്യൻ ആയിരുന്നു പഠിപ്പിച്ചത്? ഞാൻ ഓട്ടോമൊബൈൽ. KGC ആയിരുന്നു? അല്ലല്ല, ITI. പിന്നെ ഞാൻ ഇവിടെ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തു. വാട്ടർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. താങ്ക് യു. സാറേ പേരെന്ന് പറയാമോ? യോഹന്നാൻ ശങ്കരത്തില്. ഫോമയുടെ ആദ്യത്തെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഫോമയുടെ. ഓക്കെ. നാട്ടിലെ? പത്തനംതിട്ട. എവിടെയായിട്ടാ? കുമ്പഴ എന്ന് പറയും. കുമ്പഴ. ഏത് സ്റ്റേറ്റിൽ നിന്ന് എവിടെയാണ് വന്നേ? ഞാൻ ഫിലാഡൽഫിയ. നിങ്ങളൊരു പള്ളിക്കാരാണ്? ഞാൻ ഫോമയുടെ 2 ടേം ജുഡീഷ്യൽ കൗൺസിൽ വൈസ് ചെയർമാനായിരുന്നു. ഫോമയുടെ സ്ഥാപക ഒരാളാണ്. ഏത് ലൈനിലാണ് സാർ ജോലിയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ. ഇവിടെ വന്ന് പഠിച്ചതല്ലേ? അതെ. താങ്ക് യു. ഫാമിലി അല്ലേ ഇവിടെ തന്നെ? എപ്പം വന്നു? ഇന്ന് എപ്പം വന്നു? 11 മണിയാകുമ്പോൾ. സാറേ പേരെന്ന് പറഞ്ഞേരാ? എൻ്റെ പേര് ജോൺ മാത്യു, അനിയൻ എന്ന് പറയും. നാട്ടിൽ കോഴഞ്ചേരി. അമേരിക്കയിലായിട്ട് 2004 മുതൽ. ഏത് സ്റ്റേറ്റിൽ? നിവേഡ, ലാസ് വേഗസ്. എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? അവിടെ വന്നപ്പോൾ മുതൽ അവിടെ ആയിരുന്നു. അത് അവിടെ ലാൻഡ് ചെയ്ത് അവിടെ ഫയൽ ചെയ്ത് വന്ന അങ്ങോട്ടാ? അതെ. ഫയൽ ചെയ്ത് വന്നാണോ? ഫയൽ ചെയ്തെല്ലാം എക്സാം എഴുതി പാസ്സായി വന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ്? ചൂട് ഇതുപോലെ ഉണ്ടോ? നല്ല ചൂടാണ്. ഇതിനൊക്കെ വളരെ ചൂട്. അരിസോണ പോലെ അല്ലേ? അരിസോണ പോലെ തന്നെ. ഇഷ്ടപ്പെട്ടു പിന്നെ അല്ലേ വേഗാസ് അല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ മതിയാവും. താങ്ക് യു. ഹലോ, can you tell your name? My name is Irene. And how you are connected with the FOMA, this convention? Who is in FOMA? Your dad, mom, someone? Which state you are? Your name? Mimi. How you are connected with the FOMA? Sajay Chetan. Sajay, we are from Edmonton. You are from? Edmonton, New Jersey. Where it is? Alberta. State which? Oh, Canada. Oh, okay. How is Houston? How is Houston? Yeah, we just got here, so Yeah, a lot to see. She don't talk much English? Okay. Yeah, she knows. She's Spanish? No. Okay, like that. No. Thank you. Thank you. Hello. Can you just
please tell your name? Jayalakshmi. Jayalakshmi from where? We're coming from Miami. Miami. How long you are in America? അമേരിക്കയിൽ 2011 മുതലുണ്ട്. എങ്ങനെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാണോ? അല്ല, ഞാൻ IT-യിലാണ്, ഇൻഫോസിസിൽ വന്നതാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഹ്യൂസ്റ്റണിൽ നേരത്തെ വന്നിട്ടുണ്ടോ? ഹ്യൂസ്റ്റണിൽ ഒരു ട്രാൻസിറ്റിൽ കൂടെ പോയിട്ടേ ഉള്ളൂ, അല്ലാതെ ഔട്ട് സൈഡ് ഇറങ്ങിയില്ല. ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നേ? ഞാൻ മയാമി, ഫ്ലോറിഡ. മയാമി, ഫ്ലോറിഡ. ഓക്കെ ഓക്കെ. ചൂടുണ്ടോ ഫ്ലോറിഡയിൽ ഇത്രയും? സെയിം ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഫോമയായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? ഞാൻ മലയാളി അസോസിയേഷനിൽ വന്നതാണ്, MMA വന്നതാണ്. പിന്നെ നിങ്ങളെ നേരത്തെ പറയാൻ വിളിച്ചപ്പോൾ നിങ്ങളാരും ഒന്നും മിണ്ടിയില്ലല്ലോ. നാടൊക്കെ ഒന്ന് പറഞ്ഞുതരും, നമ്മുടെ കൂത്രപ്പള്ളിയാണെന്ന് പറഞ്ഞുതരും. എൻ്റെ പേര് ശശിധരൻ പിള്ളായി. ഞാൻ ഈ ഫോമയുടെ സംഘാടകനാണ്. ഞങ്ങളുടെ നാട് കൂത്രപ്പള്ളിയിലാണ്. കൂത്രപ്പള്ളി എന്ന് പറയുമ്പോൾ കറയിച്ചാൽ കഴിഞ്ഞ് അതെ, നമ്മുടെ സ്വദേശമാണ്. നമ്മുടെ പ്രദേശ നമ്മുടെ റേഷൻ കട ഒന്നായിരുന്നു. റേഷൻ കട കുഞ്ഞുഞ്ഞിൻ്റെ റേഷൻ കട കൊരങ്ങുണ്ടായിരുന്ന റേഷൻ കട. അപ്പോൾ ഈ ഫോമയിലേക്ക് നിങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുന്നു. 2026 ഫോമ കൺവെൻഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായ ഹൂസ്റ്റലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീട് ഇവിടെ കൊല്ലം. ഹലോ, എൻ്റെ വീട് കൊല്ലം. എവിടെയായിട്ടാ കൊല്ലം? കൊല്ലം ശാസ്താംകോട്ട ശിവരനാടാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒഫീഷ്യലി താമസിക്കുന്നത് ട്രിവാൻഡ്രം പേട്ട. ഇവിടെ വർഷങ്ങൾ മുന്നേ വന്നതാണ്. ഇവിടെ ഞങ്ങൾ മിസൗറി സിറ്റിയിലാണ് താമസം. ഇപ്പോഴത്തെ ഈ ഫോമ കൺവെൻഷനിൽ ഞാൻ ജോയിന്റ് ട്രഷററും ഇപ്പോഴത്തെ ഈ കൺവെൻഷൻ്റെ പ്രൊസഷൻ ചാർജ് പേഴ്സണുമാണ്. ഈ ഫോമ കൺവെൻഷനിലേക്ക് ഹ്യൂസ്റ്റണിലേക്ക് എല്ലാവരെയും പുഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. താങ്ക് യു. നമുക്ക് എല്ലാവരെയും കാണാം. ഓക്കെ, താങ്ക് യു. അത് ഡൽഹിയിലായിരുന്നു പറഞ്ഞില്ല? ഡൽഹിയിലല്ലായിരുന്നോ? ഞാൻ ശാസ്താംകോട്ട കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് ഡൽഹി ചെന്ന് നഴ്സിംഗ് എടുത്തിട്ട് വന്നതാണ്. നഴ്സിംഗ് എടുത്തിട്ട് ന്യൂയോർക്ക് 20 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹ്യൂസ്റ്റണിൽ 23 വർഷം. ടോട്ടൽ 43 years in America. I'm doing all the charity works and convention, all the community work and everything. We are everywhere. ഒന്നുകൂടെ പറയുന്നുണ്ട്, ഈ പുള്ളിക്കാരി മലയാളി ഗ്രേറ്റർ വെസ്റ്റേൺ മലയാളി അസോസിയേഷൻ ഏറ്റവും വലിയൊരു സംഘടനയാണ്. അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 2 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സാർ. കണ്ടതിൽ ഒത്തിരി സന്തോഷം. Thank you so much. പേരൊന്ന് പറയാമോ? എവിടുന്നാ വരുന്നത്? ആൽബനി, ന്യൂയോർക്ക്. ആൽബനി. എത്ര വർഷമായി അമേരിക്കയിൽ? 45, 46. നാട്ടിലെവിടെ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എവിടെ? പാറേപ്പള്ളി. ഇവിടെ ഒരു പാറേപ്പള്ളിക്കാരി ഉണ്ടല്ലോ, കാനഡയിൽ നിന്ന് വന്നേ, അറിയാമോ? ഇല്ലേ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. പാറേപ്പള്ളി പള്ളിക്ക് അടുത്താണോ? നിലത്തുമുക്കിലാണോ? ഈ ഏത് കോളേജിലാണ് ചങ്ങനാശ്ശേരി പഠിച്ചേ? അസംഷനിലോ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അസംഷനിലോ വല്ലോ കോളേജിൽ പോയോ? എവിടെയാണ് പഠിച്ചത് നേഴ്സിംഗ്? ഭോപ്പാലിലോ? ഗാന്ധി മെഡിക്കൽ കോളേജിലോ? ഭോപ്പാലിൽ 4 വർഷം ഉണ്ടായിരുന്നോ? ഭോപ്പാൽ സിറ്റിയിലായിരുന്നോ അതോ വിദിശയിലോ വല്ലതായിരുന്നോ? താമസമൊക്കെ അന്ന് എവിടെയായിരുന്നു? ഹോസ്റ്റൽ. മെഡിക്കൽ കോളേജിലായിരുന്നോ? ഓക്കെ ഓക്കെ. ഗാന്ധി മെഡിക്കൽ കോളേജ്. ഓക്കെ, താങ്ക് യു. Hello, would you like to tell your name? Ranjish. From where? Edmonton, Canada. Canada. Oh, okay. Canada, many people are here. Yes. Oh, this FOMA is there too? Yes. Oh, okay. So, Canada, where? Edmonton. Edmonton. Yeah, Edmonton. You came as a student or something? Yes, I was a student. Oh, okay. How many years of study? 14 years. And then you did, then you are in job.
PR കിട്ടിയോ? ഓ ഓക്കെ. ഈ വൈഫാണോ ചങ്ങനാശ്ശേരി പാറപ്പള്ളിലുള്ളേ? അല്ല, ഐ ആം സോറി. മാമ കാനഡ ഓക്കെ, താങ്ക് യു. എവിടാ വീടെന്ന് പറഞ്ഞേ? ഇടുക്കിയിലെവിടെ? മുരിക്കാശ്ശേരി. മുരിക്കാശ്ശേരി. കോളേജൊക്കെ? കോളേജ് മുരിക്കാശ്ശേരി പാറമ്മ കോളേജ്. പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ജോമി. ഞാൻ സിയാറ്റിൽ നിന്നാണ് വരുന്നത്. ഇത്തവണ ഫോമയുടെ RVP ആയിട്ട് ഗോൾഡൻ റീജിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നമ്മുടെ ഭാര്യ സൗമ്യ. നമ്മുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഗോൾഡൻ റീജിയൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. താങ്ക് യു. എവിടെ നാടെന്ന് പറഞ്ഞേ? നാട്ടിൽ തൊടുപുഴ, ഇടുക്കി തൊടുപുഴയിലാണ്. സൗമ്യ തൃശ്ശൂർ. എവിടെ പഠിച്ചതൊക്കെ? പഠിച്ചത് നവോദയ സ്കൂളിലാണ്, കൊളമാവില്. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ബാംഗ്ലൂർ നഴ്സിംഗ് പഠിച്ചോ? ഓക്കെ ഓക്കെ. ചേട്ടൻ എത്ര ആളെ? നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? കാനഡയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടതും ഇഷ്ടത്തിലായതും. മക്കളെ കുട്ടികളില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സമയമെടുത്ത് പതുക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ യൂത്ത് ആൻഡ് വിമൻ എംപവർമെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. ലോട്ട് ഓഫ് കാനഡിയൻസ് ആർ ഹിയർ നൗ. PR കിട്ടിയായിരുന്നോ? PR കിട്ടിയതാണോ? സിറ്റിസൺഷിപ്പ് മനസ്സിലായി, സോറി. ഞാൻ കറിവച്ചാൽ ചങ്ങനാശ്ശേരി. ഇത്തവണ ഉണ്ടോ എന്തെങ്കിലും കലാപരിപാടികൾക്കുണ്ടോ? ഒന്നുമില്ല. കഴിഞ്ഞ ഞങ്ങൾ ബെസ്റ്റ് കപ്പിളിനൊക്കെ ഉണ്ടായിരുന്നു. ശരി. ആ പ്രോഗ്രാം എപ്പോഴാണ്? സാറ്റർഡേയിലാണോ? നാളെയോ? ശരി. ഗുഡ് ലക്ക്. എന്നാ ചാനലിന്റെ പേര്? ഹ്യൂസ്റ്റൺ വോയിസ്. പേരെന്ന് പറയാമോ? രേഷ്മ രഞ്ജൻ. എവിടുന്നാ വരുന്നത്? ഡാലസ്. ഞാൻ ടീം പ്രോമിസിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു. ഓ ഓക്കെ. നാട്ടിലെവിടെ? പാലക്കാട്. ഹലോ, പേരെന്ന് പറഞ്ഞേക്കാം. എൻ്റെ പേര് ബിജോയ്. നാട്ടില് അടിപൊളി, നല്ലൊരു കൺവെൻഷൻ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലാസ്റ്റ് 2-3 days അടിച്ചു പൊളിക്കാം. നാട്ടിലെ എന്തോ? നാടെവിടെ? നാട് എൻ്റെ വീട് അങ്കമാലി. ഇവിടെ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്? ഞാൻ ബാൾട്ടിമോർ. ഓ, വാഷിംഗ്ടൺ. ബാൾട്ടിമോർ, ക്യാപിറ്റൽ റീജിയൻ. ക്യാപിറ്റൽ. ഓക്കെ. Hello, can you tell your name? Devu. From the state? Connecticut. How you are connected with FOMA? My dad's Pradeep. What is his name? Pradeep. Oh, okay. When did you come? I came yesterday. You and dad and anyone else? And my mom too. Oh, okay. All are in this, huh? Yeah. Okay. How is this convention? It's good. What do you do now? I'm in 11th grade. What do you want to become? I don't know yet. Probably something in the medical field. It may change, huh? You have any siblings? Yeah, I have an older sister. What she's doing? She's in pharmacy school right now. Which semester, which year? She's second year. Which college? Which university? USJ in Hartford, Connecticut. Was that admission tough? Huh? Was that admission bit tough for her? Good, thank you. What's your dad doing? My dad's running for treasurer. Kerala, എവിടുന്നാന്ന് അറിയാമോ? You know from where Kerala you are? No. Okay, thank you. Are you taking photo? Hello. You want to say something? Tell your name. My name is Agnes Matthew. I'm from Chicago. I'm standing as a woman's representative for FOMA. Okay. And kindly vote for me. Oh, okay.
and we are so glad we are here. Okay. Tell me your name, please. Just tell your name. എൻ്റെ പേര് ഷൈനി ഹരിദാസ്. ഞാൻ ഷിക്കാഗോയിൽ നിന്ന് വരുന്നു. നാട് നാട് കോട്ടയം. എവിടെയാ കോട്ടയം? കോട്ടയത്ത് കോതനെല്ലൂര്. കോതനെല്ലൂർ. എവിടെ വീട്? ചങ്ങനാശ്ശേരി ഇത്തിത്താൻ. വെരി ഗുഡ്. പഠിച്ചതൊക്കെ എവിടെയാ? പഠിച്ച ന്യൂഡൽഹി, ഡൽഹി ഹോളി ഫാമിലി ഹോസ്പിറ്റൽ നഴ്സിംഗ് പഠിച്ചു. എത്ര വർഷം? 4 വർഷം BSc നഴ്സിംഗ്. ജോലി ചെയ്തു അവിടെ? ജോലി ചെയ്തു, അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ 30 വർഷം ജോലി ചെയ്തു. കുക്ക് കൗണ്ടി ഹോസ്പിറ്റൽ. ഹാപ്പിലി റിട്ടയർഡ്. Now I'm in a business. I'm an independent financial professional. I'm working as in financial industry now. You advise people to put where your 401 should where be? 401 should be, yes. Okay. Like with good benefits and. You have any visiting card? Yeah, I have. Yeah, I will give you. Okay, no, show it on the video. I will put it. I'll bring it. Yeah, That's no a problem. good idea. Do you have any business? No. You know Rajesh? Rajesh is from Houston. ഹ്യൂസ്റ്റണിലെ ചെയർമാൻ ഇപ്പം